നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ശാസ്ത്രജ്ഞരൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കുന്നതെന്ന്? അടച്ചിട്ട മുറികളിൽ ഇരുന്ന് മാസങ്ങളോളം പരീക്ഷണങ്ങൾ നടത്തി തല പുകച്ചാണോ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത്? എന്നാൽ എല്ലാ കണ്ടെത്തലുകളും അങ്ങനെയല്ല. ചില കണ്ടുപിടുത്തങ്ങൾ വളരെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ്. മറ്റു ചിലത് അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നവയുമുണ്ട്. എന്നാൽ അബദ്ധങ്ങളെ പോലും ഒരു പുതിയ കണ്ടെത്തലിലേക്ക് വഴിതിരിച്ചു വിടാൻ അസാമാന്യ ബുദ്ധി തന്നെ വേണം. ഇത്തരത്തിലുള്ള ചില രസകരമായ കണ്ടെത്തലുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്രതീക്ഷിതമായി സംഭവിച്ച അല്ലെങ്കിൽ അബദ്ധം പിണഞ്ഞ ചില സാഹചര്യങ്ങൾ എങ്ങനെ ശാസ്ത്രഗതിയെ തന്നെ മാറ്റിമറിച്ച വലിയ കണ്ടെത്തലുകളായി മാറി എന്നത് കൗതുകകരമാണ്. ശാസ്ത്രജ്ഞന്മാർ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് ഇറങ്ങുകയും എന്നാൽ പരീക്ഷണങ്ങൾക്കൊടുവിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത നാടകീയ നിമിഷങ്ങൾ ചരിത്രത്തിൽ നിരവധിയാണ്. യാദൃച്ഛികതകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൗതുകമുണർത്തുന്ന ആ ശാസ്ത്ര വിഡ്ഢിത്തങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിച്ചു നോക്കാം. അതിലൊന്നാമത്തേത് ലോകാരോഗ്യ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലായ ഒരു സംഭവമാണ്. ഇത് 1928 ലണ്ടനിലാണ് നടന്നത്. ലണ്ടനിലെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ അലക്സാണ്ടർ ഫ്ലമിംഗ് എന്ന ശാസ്ത്രജ്ഞൻ ബാക്ടീരിയകളെ കുറിച്ച് പഠനം നടത്തുകയായിരുന്നു. ഗവേഷണത്തിനിടയിൽ അദ്ദേഹം കുറച്ചു ദിവസത്തെ അവധിക്കായി പുറത്തുപോയി. എന്നാൽ പോകുന്നതിന് മുൻപ് ബാക്ടീരിയയെ വളർത്തുന്ന ചില പാത്രങ്ങൾ, അതായത് പെട്രി ഡിഷുകൾ എന്ന് ഇവയെ വിളിക്കുന്നു, ഇവ വൃത്തിയാക്കി വെക്കാൻ അദ്ദേഹം മറന്നുപോയി. ദിവസങ്ങൾക്ക് ശേഷം ലാബിൽ തിരിച്ചെത്തിയ ഫ്ലമിംഗ് കണ്ടത് ആ ഡിഷുകളിൽ ഒന്നിൽ പൂപ്പൽ പടർന്നു പിടിച്ചതാണ്. സാധാരണഗതിയിൽ ഏതൊരു ശാസ്ത്രജ്ഞനും അത് കഴുകിക്കളഞ്ഞ് അടുത്ത പരീക്ഷണം തുടങ്ങുമായിരുന്നു. എന്നാൽ സൂക്ഷ്മ നിരീക്ഷകനായ ഫ്ലമിംഗ് ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. പൂപ്പൽ വളർന്ന ഭാഗത്തിന് ചുറ്റുമുള്ള ബാക്ടീരിയകളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അശ്രദ്ധമായി തുറന്നു വെച്ച ആ പെട്രി ഡിഷിലേക്ക് ജനലിലൂടെ പറന്നു വന്ന പെൻസിലിയം നോഡേറ്റം എന്ന അപൂർവ പൂപ്പലായിരുന്നു അത്. പൂപ്പലിൽ നിന്ന് അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ ജനിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് പരിക്കേറ്റ പടയാളികളുടെ ജീവൻ രക്ഷിക്കാനും തുടർന്ന് ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നിലനിർത്താനും കാരണമായത് ഫ്ലമിംഗ് വരുത്തിയ ആ ഒരു ചെറിയ അശ്രദ്ധയായിരുന്നു. സമാനമായ രീതിയിലാണ് രോഗനിർണയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച എക്സ്റേയുടെയും പിറവി. 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം റോൺട്ഗൻ കാഥോഡ് രശ്മികളെ കുറിച്ച് ലാബിൽ പഠനം നടത്തുകയായിരുന്നു. വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ കാഥോഡ് ട്യൂബ് കറുത്ത കട്ടിയുള്ള കടലാസ് കൊണ്ട് അദ്ദേഹം മൂടി വെച്ചിരുന്നു. ലാബിലെ വെളിച്ചമെല്ലാം അണച്ച് പരീക്ഷണം നടത്തുന്നതിനിടയിൽ മുറിയുടെ ഒരു കോണിൽ വെച്ചിരുന്ന സ്ക്രീൻ പ്രകാശിക്കുന്നത് റോൺട്ഗൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ട്യൂബിൽ നിന്ന് കറുത്ത കടലാസിനെയും തുളച്ചു കയറി എന്തോ ഒരു പുതിയ തരം രശ്മി പുറത്തു വരുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്താണ് ആ രശ്മി എന്ന് വ്യക്തമല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനെ എക്സ്റേ എന്ന് വിളിച്ചു. തുടർന്ന് തന്റെ ഭാര്യയുടെ കൈ ആ രശ്മികൾക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം എടുത്ത ചിത്രമാണ് ലോകത്തിലെ ആദ്യത്തെ എക്സ്റേ റേഡിയോഗ്രാഫ്. കയ്യിലെ അസ്ഥികളും വിവാഹമോതിരവും വ്യക്തമായി തെളിഞ്ഞ ആ ചിത്രം കണ്ട് ഭയന്നുപോയ ഭാര്യ, ഞാൻ എന്റെ സ്വന്തം മരണം കണ്ടു എന്നാണ് അന്ന് നിലവിളിച്ചത്. അപ്രതീക്ഷിതമായി കണ്ടെത്തിയ ആ രശ്മി ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ രോഗനിർണയ ഉപാധിയായി മാറി. നമ്മുടെ അടുക്കളകളെ മാറ്റിമറിച്ച മൈക്രോവേവ് ഓവന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിലും രസകരമായ ഒരു യാദൃശ്ചികതയുണ്ട്. 1945 റേത്തിയോൺ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്ന പേഴ്സി സ്പെൻസർ റഡാർ സാങ്കേതിക വിദ്യയ്ക്കായി ഉപയോഗിക്കുന്ന വാക്വം ട്യൂബിന് മുന്നിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. തന്റെ പാൻസിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ബാർ പൂർണ്ണമായും ഉരുകിപ്പോയിരിക്കുന്നു. പോക്കറ്റിലിരിക്കുന്ന ചോക്ലേറ്റ് എങ്ങനെ ഉരുകി എന്ന് ചിന്തിച്ച അദ്ദേഹം തൊട്ടടുത്ത ദിവസം കുറച്ച് പോപ്കോൺ മണികൾ ആ ട്യൂബിന് മുന്നിൽ വെച്ചു. നിമിഷങ്ങൾക്കകം പോപ്കോൺ വിരിഞ്ഞ് പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. റേഡിയോ തരംഗങ്ങൾക്ക് ഭക്ഷണത്തിലെ ജലാംശത്തെ വേഗത്തിൽ ചൂടാക്കാൻ കഴിയുമെന്ന ആ യാദൃശ്ചിക തിരിച്ചറിവാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഓവനായി മാറിയത്. പനിക്കും വേദനയ്ക്കും ലോകമെമ്പാടും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാരാസെറ്റമോളിന്റെയും മറ്റ് വേദന സംഹാരികളുടെയും ചരിത്രത്തിന് പിന്നിലുമുള്ളത് പരീക്ഷണശാലയിലെ ഒരു അബദ്ധത്തിന്റെ കഥയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കുടലിലെ വിരകൾക്കെതിരായ മരുന്നുകളെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു അർണോൾഡ് കാനും പോൾ ഹെപ്പും. അവർ ഒരു രോഗിക്ക് നാഫ്തലിൻ എന്ന മരുന്ന് നൽകാൻ ഫാർമസിസ്റ്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഫാർമസിസ്റ്റ് അബദ്ധത്തിൽ നൽകിയത് അസറ്റാനിലൈഡ് എന്ന തീർത്തും വ്യത്യസ്തമായ മറ്റൊരു രാസവസ്തുവായിരുന്നു. മരുന്ന് കഴിച്ച രോഗിയുടെ കുടലിലെ വിരകൾ പോയില്ലെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന കടുത്ത പനി അത്ഭുതകരമായി കുറഞ്ഞു. ആ അബദ്ധത്തിൽ നിന്നാണ് കൃത്രിമമായി പനി കുറയ്ക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള പഠനം ശക്തമാകുന്നതും അത് പിന്നീട് പാരാസെറ്റമോൾ എന്ന മരുന്നിന്റെ കണ്ടെത്തലിലേക്ക് വഴി തുറക്കുന്നതും.
ശാസ്ത്രലോകത്തെ മറ്റു ചില യാദൃശ്ചികതകൾ പരിശോധിച്ചാലും കാണാൻ സാധിക്കുന്നത് കൗതുകകരമായ കഥകളാണ്. ഒരു എഞ്ചിനീയർ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് രേഖപ്പെടുത്താനുള്ള ഉപകരണം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തെറ്റായ ഒരു റെസിസ്റ്റർ സർക്യൂട്ടിൽ ഘടിപ്പിച്ചതിലൂടെയാണ് ഇന്ന് കോടിക്കണക്കിന് ആളുകൾക്ക് ജീവൻ നൽകുന്ന പേസ് മേക്കർ പിറവിയെടുക്കുന്നത്. അതുപോലെ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ കണ്ടുപിടിച്ച റോയ് പ്ലങ്കറ്റ് റെഫ്രിജറേറ്ററുകൾക്കായി പുതിയ തരം വാതകങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ സിലിണ്ടറിനുള്ളിൽ വാതകം കട്ട പിടിച്ച് മിനുസമാർന്ന പൗഡറായി മാറിയതാണ് കണ്ടത്. ഇത്തരം പഴയകാല സംഭവങ്ങൾ മാത്രമല്ല, അടുത്ത കാലത്തും ശാസ്ത്രലോകത്ത് സമാനമായ അബദ്ധങ്ങളിൽ നിന്നും അത്ഭുതങ്ങൾ പിറന്നിട്ടുണ്ട്. 2004 മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഗവേഷകരായ ആന്ദ്രേ ഗെയിമും കോൺസ്റ്റന്റൈൻ നോവാസലോവും നടത്തിയ ലളിതമായ ഒരു അബദ്ധ പരീക്ഷണമാണ് ഇതിനൊരു മികച്ച ഉദാഹരണം. പെൻസിലിൽ ഉപയോഗിക്കുന്ന സാധാരണ ഗ്രാഫൈറ്റിൽ നിന്ന് കനം കുറഞ്ഞ പാളികൾ വേർതിരിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അവർ ലാബിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ സ്കോച്ച് ടേപ്പ് ഉപയോഗിച്ച് ഗ്രാഫൈറ്റിന്റെ മുകളിലെ അഴുക്കുകൾ ഒപ്പിയെടുത്ത് കളയുന്നതിനിടയിലാണ് ടേപ്പിൽ ഒട്ടിപ്പിടിച്ച കാർബണിന്റെ ഒറ്റ അറ്റം മാത്രം കനമുള്ള പാളി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കരുത്തുറ്റതും നേർത്തതുമായ ഗ്രാഫീൻ എന്ന അത്ഭുത പദാർത്ഥം അപ്രതീക്ഷിതമായി കണ്ടെത്തുന്നത്. പരീക്ഷണശാലയിലെ വേസ്റ്റ് ബോക്സിലേക്ക് തള്ളിക്കളയാമായിരുന്ന ആ ടേപ്പ് കഷ്ണത്തെ നിരീക്ഷിച്ചതിനാണ് 2010 അവർക്ക് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇന്ന് ഇലക്ട്രോണിക്സിലും മൊബൈൽ സ്ക്രീനുകളിലും മെഡിക്കൽ സാങ്കേതിക വിദ്യയിലും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാഫീൻ പിറന്നത് അത്തരമൊരു ലളിതമായ നിരീക്ഷണത്തിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് നിരന്തരം ഉപയോഗിക്കുന്ന പോസ്റ്റ്-ഇറ്റ് നോട്ടുകളുടെയും കഥ. 1968 സ്പെൻസർ സിൽവർ എന്ന ശാസ്ത്രജ്ഞൻ വ്യോമയാന വ്യവസായത്തിനായി അതീവ ശക്തമായ ഒരു പശ നിർമ്മിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പരീക്ഷണം പരാജയപ്പെടുകയും വളരെ ദുർബലമായ, എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ കഴിയുന്ന തരം പശ രൂപപ്പെടുകയും ചെയ്തു. അദ്ദേഹം അതിനെ ഒരു പരാജയമായി കരുതി മാറ്റിവെച്ചെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ആർതർ ഫ്രൈ തന്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ അടയാളങ്ങൾ ഇടാൻ ഈ പശ പുരട്ടിയ കടലാസുകൾ ഉപയോഗിച്ചു തുടങ്ങി. പേജിന് കേടുപാടുകൾ വരുത്താതെ എളുപ്പത്തിൽ ഒട്ടിക്കാനും ഇളക്കാനും കഴിയുന്ന ആ അബദ്ധ പശയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഓഫീസുകളിലെയും വീടുകളിലെയും പ്രധാന സാന്നിധ്യമായ പോസ്റ്റ്-ഇറ്റ് നോട്ടുകളായി മാറിയത്. ഇനി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ മറ്റൊരു അത്ഭുതകരമായ വസ്തുവിലേക്ക് നോക്കാം. അതാണ് വൾക്കനൈസ്ഡ് റബ്ബർ. പ്രകൃതിദത്ത റബ്ബർ തണുപ്പുകാലത്ത് വളരെ കട്ടിയുള്ളതും ചൂടുകാലത്ത് ഉരുകി പശ പോലെ ഒട്ടുന്നതുമായിരുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ചാൾസ് ഗുഡിയർ എന്ന കണ്ടുപിടുത്തക്കാരൻ വർഷങ്ങളോളം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം റബ്ബറും ഗന്ധകവും കലർത്തിയ മിശ്രിതം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ചൂടുള്ള ഒരു അടുപ്പിലേക്ക് വീണുപോയി. അത് കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് അദ്ദേഹം കണ്ടത് അത്ഭുതകരമായ മാറ്റമായിരുന്നു. ആ റബ്ബർ ഉരുകുകയോ നശിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ശക്തവും ഇലാസ്തികതയുള്ളതുമായി മാറിയിരുന്നു. ആ അബദ്ധത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മോടിയുള്ള ടയറുകളുടെയും മറ്റ് റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും അടിത്തറ പാകിയ വൾക്കനൈസേഷൻ പ്രക്രിയ രൂപപ്പെടുന്നത്. ചരിത്രത്തിലേക്ക് ഇനിയും കണ്ണോടിച്ചാൽ ശാസ്ത്രലോകത്തെ നയിച്ച ചില യാദൃശ്ചികതകളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയും. 19-ാം നൂറ്റാണ്ടിൽ വില്യം പെർക്കിൻ എന്ന 18-കാരനായ രസതന്ത്ര വിദ്യാർത്ഥി മലേറിയയ്ക്കുള്ള മരുന്നായ ക്യുനൈൻ നിർമ്മിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പരീക്ഷണം പരാജയപ്പെടുകയും പാത്രത്തിൽ കറുത്ത നിറത്തിലുള്ള അവശിഷ്ടം അവശേഷിക്കുകയും ചെയ്തു. എന്നാൽ അത് കഴുകിക്കളയാൻ ആൽക്കഹോൾ ഉപയോഗിച്ചപ്പോൾ ആ അവശിഷ്ടം മനോഹരമായ ഒരു വഴുതനങ്ങ നിറത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ചായമായ മോവ് ജന്മമെടുക്കുന്നത്. തുണിത്തരങ്ങൾക്ക് നിറം നൽകുന്ന വലിയൊരു വ്യവസായ മേഖലയ്ക്ക് തന്നെ തുടക്കമിട്ടത് ഒരു വിദ്യാർത്ഥിയുടെ പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു. മേൽപ്പറഞ്ഞ അത്ഭുതകരമായ സംഭവങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയൊരു സത്യമുണ്ട്. മനുഷ്യരാശിയുടെ അറിവിന്റെ അതിരുകൾ വികസിപ്പിച്ച ശാസ്ത്ര പുരോഗതിയും കാലത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകളും എന്നത് കേവലം ചതുരക്കൂട്ടിലെ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് നടത്തുന്ന കൃത്യമായ കണക്കുകൂട്ടലുകളോ അതീവ സൂക്ഷ്മതയോടെ മുൻകൂട്ടി തയ്യാറാക്കിയ പരീക്ഷണ നിരീക്ഷണങ്ങളോ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒന്നല്ല. ചിലപ്പോഴൊക്കെ പ്രകൃതിയും കാലവും മനുഷ്യന് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ വിജ്ഞാന നിധികളും ദിശ മാറ്റുന്ന വലിയ വഴിത്തിരിവുകളും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില ചെറിയ പിഴവുകളിലും അബദ്ധങ്ങളിലും തികച്ചും നിഷ്കളങ്കമായ അശ്രദ്ധകളിലും ഒളിച്ചിരിപ്പുണ്ടാകും. ആ അബദ്ധങ്ങളെ വെറും പാളിച്ചകളോ നഷ്ടങ്ങളോ ആയി കരുതി തള്ളിക്കളയാൻ തുനിയാതെ അതീവ ജാഗ്രതയോടെയും തുറന്ന മനസ്സോടെയും കൗതുകത്തോടെയും നിരീക്ഷിക്കാനുള്ള അപാരമായ സർഗാത്മക കഴിവും ക്ഷമയുമാണ് ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനെ വേർതിരിച്ചു നിർത്തുന്നത്.
ഒരു സാധാരണക്കാരന്റെ കണ്ണിൽ വെറും ഒരു അബദ്ധമോ പദ്ധതിയുടെ വീഴ്ചയോ ഒക്കെയായി തോന്നിയേക്കാവുന്ന നിമിഷങ്ങളിൽ പോലും യഥാർത്ഥ പ്രജ്ഞയുള്ള ഒരു ഗവേഷകൻ അതിനുള്ളിലെ അതിശയകരമായ പുതിയ പ്രപഞ്ചത്തെയും വിപ്ലവകരമായ സാധ്യതകളെയും തിരിച്ചറിയുന്നു. പരീക്ഷണശാലകളിലെ തെറ്റുകളിൽ നിന്ന് പിറവിയെടുത്ത ഇത്തരം അവിശ്വസനീയമായ യാദൃശ്ചികതകൾ ശാസ്ത്രം എന്നത് നിർവികാരമായ സൂത്രവാക്യങ്ങൾ മാത്രമല്ല, മറിച്ച് കൗതുകവും ആകാംക്ഷയും നിറഞ്ഞ അത്ഭുത ലോകമാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും മാഞ്ഞു പോകാത്തതുമായ പൊന്നക്ഷരങ്ങളായി എന്നും നിലനിൽക്കും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.